ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ പച്ചരി 2 കപ്പ് പച്ചരി തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കത് വാർത്ത് വെക്കാം, വെള്ളം പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാനതവിടെ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സി ജാറിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ചെറിയ ജീരകം, 2-3-4 ഏലക്കായും, 5-6 ഏലക്കായും, ഒരു കയ്യിൽ ചോറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതായത് ചെറിയ പഴമായത് കൊണ്ട് ഒരു 6 ചെറുപഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ശർക്കര ഉരുക്കിയില്ല, അത് ഉരുക്കിയത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 ശർക്കര എടുത്തിട്ട് അത് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇതാ അരച്ച് നിൽക്കണ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബാക്കി നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ബാക്കി അരിയും ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് വലിയ ചെറുപഴമാണെങ്കിൽ 2 എടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് കുഞ്ഞതായത് കൊണ്ടാണ് ഒരു 6 എടുത്തത്. അപ്പോൾ ഇത് നല്ലത് ഞാൻ ഫുള്ളും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തിടണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യൊക്കെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ തേങ്ങാക്കൊത്ത് അരിഞ്ഞതില്ലേ അത് ഇതിലേക്ക് ഇട്ടെടുത്ത് ഒന്നങ്ങോട്ട് വറുത്തെടുക്കുക കേട്ടോ. ഒന്ന് ബ്രൗൺ കളറാണതുവരെ വറുത്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും, പുതുതായി കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കി, അടിപൊളിയായിട്ട് നല്ല സൂപ്പർ നല്ല സോഫ്റ്റിൽ തന്നെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്കൊരു 1/4 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ തേങ്ങാക്കൊത്തില്ലേ അതും ഞാൻ വറുത്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് കരിഞ്ചീരകം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളി. നമ്മളെ ബാറ്റർ ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിഞ്ചീരകം കൂടി ഞാൻ എൻ്റെ അടുത്തുണ്ടായി, അതും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുയ്യപ്പച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിൽ വേഗം പെട്ടെന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മാവിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കണോണ്ട് നമ്മൾ കുറച്ച് നേരം എടുത്ത് വെക്കണില്ല, പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സോഡാപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായിക്കോന്ന് നോക്കാൻ വേണ്ടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മാവുകളൊക്കെ നമ്മൾ ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതായതിനു ശേഷം നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ വേഗം പെട്ടെന്ന് സെറ്റാവും. നല്ല ഇതിൽ സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ഉണ്ടായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യാൻ പിന്നെയും പറയണത് അതുകൊണ്ടാണ്. പിന്നെ ഇല്ല ഇതിൽ ഞാൻ എൻ്റെ അടുത്ത് ഫോണായതുകൊണ്ട് ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഞാൻ ഇത് ഒഴിക്കലും കൂടി ആയിട്ടാണ് മുകൾ ഭാഗം ഇങ്ങനെ പൊന്തി പോലെ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളിനി കുഴിയിൽ ഒഴിക്കുമ്പോൾ പകുതി ഒഴിച്ചെടുക്കുക, നിറച്ച് ഒഴിച്ചെടുക്കാതെ പകുതി ഒഴിച്ചെടുക്കുക. അപ്പോൾ നല്ല ഇതിൽ നന്നാവുണ്ട്. ഞാൻ പിന്നെ ഉള്ളതൊക്കെ അങ്ങനെ പകുതി ഒഴിച്ചെടുത്തപ്പോൾ നല്ല ഇതിൽ നല്ല കുയ്യപ്പത്തിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നല്ല ഇതിൽ വന്നീന് കേട്ടോ. അപ്പം നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കിട്ടോ. റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടോക്കി വീഡിയോ അടിപൊളിയായിട്ടില്ല, നല്ല സോഫ്റ്റാണ്, സൂപ്പറാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാം. ബൈ, അസ്സലാമു അലൈക്കും.